Next topic is relational calculus. It's an important topic. Relational calculus is a non-procedural query language. Non-procedural ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ച പോലത്തെ query പോലെയല്ല ഇത് എഴുതുന്നത്. ഇതിന് വേറെ തന്നെ ഒരു സിൻടാക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ അത് കാണിച്ചു തരാം. And instead of algebra, it uses mathematical predicate calculus. Somewhat mathematical operations like ആണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. The relational calculus is not the same as that of differential and integral calculus. Differentiation, integration, mathematics പോലെയല്ല. Just mathematical symbols അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. But takes its name from a branch of symbolic logic termed as predicate calculus. അതായത് predicate calculus എന്ന് പറഞ്ഞ മാത്തമാറ്റിക് സിംബോളിക് ലോജിക്കിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്, ഈ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നൊരു ഐഡിയ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. Then when applied to databases, it is found in two forms. നമ്മുടെ ഡാറ്റാബേസിന്റെ കേസിൽ നമ്മൾ ഈ റിലേഷണൽ കാൽക്കുലസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള റിലേഷണൽ കാൽക്കുലസ് ആണ് വരുന്നത്. ഒന്ന് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്, ഇവിടെ കാൽക്കുലസും കൂടിയുണ്ട്. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്, ദെൻ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ്. അങ്ങനെ രണ്ട് ടൈപ്പ് റിലേഷണൽ കാൽക്കുലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. In first order logic or predicate calculus, a predicate is a truth valued function with arguments. അപ്പോൾ predicate എന്ന് പറയുന്നത് ഒരു ട്രൂത്ത് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യും, നമുക്കത് എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു ട്രൂത്ത് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ അകത്തൊരു സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടാവും, ഒരു കണ്ടീഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ദെൻ ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിലുള്ള സം വാല്യൂസ് ചൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് predicate calculus എഴുതുന്നത് നമ്മൾ. When we replace with values for the argument, the function yields an expression called a proposition, which will be either true or false. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. ദെൻ ആ സ്റ്റേറ്റ്മെന്റിലെ വാല്യൂ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് തന്നിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് വാല്യൂ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സം എക്സ്പ്രഷൻസ് കിട്ടും. ആ എക്സ്പ്രഷനെ നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയും. ആ എക്സ്പ്രഷൻ സം ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ രണ്ട് ടൈപ്പ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ആണ്. അപ്പോൾ ഇൻ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് you will have to find tuples for which a predicate is true. Some predicate അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ആ predicate ട്രൂ ആവുന്ന കേസിലുള്ള ടപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. ദ കാൽക്കുലസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ യൂസ് ഓഫ് ടപ്പിൾ വേരിയബിൾസ്. കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടപ്പിൾ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എ ടപ്പിൾ വേരിയബിൾ ഇസ് എ വേരിയബിൾ ദാറ്റ് ranges over a named relation. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷൻ ആണെങ്കിൽ ആ റിലേഷൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് വേരിയബിൾസിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടപ്പിളിനെ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ വേരിയബിൾ ഹൂസ് ഓൺലി പെർമിറ്റഡ് വാല്യൂസ് ആർ ടപ്പിൾസ് ഓഫ് ദ റിലേഷൻ. അതായത് നമ്മളൊരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ റിലേഷനിലെ ടപ്പിൾസിന്റെ വാല്യൂസ് മാത്രമായിരിക്കും. അതാണ് മീൻ ചെയ്യുന്നത്. പുറമേ നമുക്ക് വാല്യൂസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മൾ തന്നിരിക്കുന്ന റിലേഷൻ്റെ അകത്ത് ടപ്പിൾ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ നമ്മൾ പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ടു സ്പെസിഫൈ ദ റേഞ്ച് ഓഫ് tuple variables s as the staff relation. ഇപ്പോൾ സ്റ്റാഫ് റിലേഷനിലെ ടപ്പിൾ വേരിയബിൾസ് എന്നുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് ഓഫ് എസ് എന്നാണ്. അപ്പൊ സ്റ്റാഫ് എന്ന് പറയുന്നത് നിങ്ങൾ ടേബിളിന്റെ പേര്, എസ് എന്ന് പറയുന്നത് റിലേഷൻസിന്റെ പേരാണ്. സോറി, എസ് എന്ന് പറയുന്നത് വേരിയബിളിന്റെ പേരാണ്. സ്റ്റാഫിലെ എസ് വേരിയബിൾ എന്നാണ് പറയുന്നത്. ടു എക്സ്പ്രസ് query, find the set of all tuple s such that f of s is true. അതായത് f of s എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സം ഫംഗ്ഷൻ, ഇപ്പൊ നമ്മൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 50 അതൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ടപ്പിൾസ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫംഗ്ഷൻ അതാണ് നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പൊ അതിനെങ്ങനെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ വേരിയബിൾ എസ്, അതാണ് ഇത് എസ് എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. സെറ്റ്, ഇതാണ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ വേരിയബിൾ എസ് such that f of s is true.
ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന പ്രെഡിക്കേറ്റ് അതാണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അത് ട്രൂ ആയിരിക്കണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എങ്ങനെ വായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എസ് സച്ച് ദാറ്റ് എഫ് ഓഫ് എസ് ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻ എടുക്കുവാണെങ്കിൽ ആ റിലേഷൻ്റെ അകത്ത് ടപ്പിൾ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സെറ്റ് ഓഫ് ഓൾ റോ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, എസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഒരു റിലേഷൻ്റെ അകത്തെ വേരിയബിൾ എന്നുള്ളതിന് നമ്മൾ ഇതാ സ്റ്റാഫ് ഓഫ് എസ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഓഫ് എസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ സ്റ്റുഡന്റ് സ്റ്റാഫ് എന്നൊക്കെ പറയുന്ന ടേബിളിന്റെ പേരാണ്. ഈ എസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് റോ വാല്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഒരു സെറ്റ് ഓഫ് ഓൾ ടപ്പിൾസ് എസ് സച്ച് ദാറ്റ് എഫ് ഓഫ് എസ് ഈസ് ട്രൂ എന്ന് നമ്മൾ എങ്ങനെ എഴുതുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബ്രേസസ് എന്ന് പറയുന്ന സെറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എസ് എന്ന് പറയുന്നത് ടപ്പിൾ വേരിയബിൾസ് ആണ്. അപ്പോൾ എസ് ഈ വരാന്ന് പറയുന്നത് സച്ച് ദാറ്റ് എന്ന് മീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ദെൻ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രെഡിക്കേറ്റ് ആണ്. അത് ട്രൂ ആയിരിക്കുന്ന കേസിൽ ടപ്പിൾ വേരിയബിൾസിനെ റിട്ടേൺ ചെയ്യുക, അതാണ് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. Here F is called a formula, well formed formula or WFF എന്ന് പറയും. വെൽ ഫോംഡ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മാത്തമാറ്റിക്കൽ ലോജിക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് നോട്ട് കൊടുത്തില്ലേ, ആ എഫിനെയാണ് പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ടു എക്സ്പ്രസ് ദ ക്വറി ഫൈൻഡ് ദ സ്റ്റാഫ് നമ്പർ, എഫ് നെയിം, അതുപോലെ തന്നെ ഐ നെയിം, പൊസിഷൻ, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, സാലറി ആൻഡ് ബ്രാഞ്ച് നമ്പർ ഓഫ് ഓൾ സ്റ്റാഫ് ഏർണിംഗ് മോർ ദാൻ $10,000. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. എങ്ങനെ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ടപ്പിൾസ് ആണ്. അപ്പോൾ എസിന് കൊടുത്തിരിക്കുന്ന ടപ്പിൾ വേരിയബിൾ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ടപ്പിൾ എസ് സച്ച് ദാറ്റ് സ്റ്റാഫ് ഓഫ് എസ്, അതായത് സ്റ്റാഫ് എന്ന് പറയുന്ന റിലേഷൻ്റെ അകത്തായിരിക്കണം എസ് വരുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. ഒന്ന് പറഞ്ഞാൽ സ്റ്റാഫിലെ ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ട്. അപ്പൊ സ്റ്റാഫിലെ എല്ലാ ഡീറ്റെയിൽസും വേണം. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 10,000 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് ഡോട്ട് സാലറി, ഇതാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എസ് ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 10,000 ആയിരിക്കണം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾസ് എസ് സച്ച് ദാറ്റ് എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇത്ര പോലുള്ള കാര്യം. ഈ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. സ്റ്റാഫ് റിലേഷനിലുള്ള ഡാറ്റ ആയിരിക്കണം, അതുപോലെ തന്നെ അവരുടെ സാലറി ഗ്രേറ്റർ ദാൻ 10,000 ആയിരിക്കണം. നമ്മൾ നോർമൽ കേസിലാണെങ്കിൽ എങ്ങനെ എഴുതുക, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റാഫ് വേർ സാലറി ഗ്രേറ്റർ ദാൻ 10,000. അങ്ങനെയുള്ള ഒരു SQL ക്വറീനെ മാത്തമാറ്റിക്കൽ ഫോമാറ്റിലേക്ക് മാറ്റി എഴുതുന്നതാണ് ഈ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വറി തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓൾ ടി സച്ച് ദാറ്റ് ടീച്ചർ ടി, അതായത് ടീച്ചർ എന്ന് പറഞ്ഞ റിലേഷൻ്റെ അകത്തായിരിക്കണം ഈ ടപ്പിൾ വേരിയബിൾ വരേണ്ടത്. ആൻഡ് ടി ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 20,000, അതായത് സാലറി 20,000 ഗ്രേറ്റർ ആയിട്ടുള്ള ടീച്ചർ റിലേഷനിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് കൊറിയാണ് ഇത്. മനസ്സിലായില്ലേ? ഇനി ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ്. ഇപ്പൊ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിനകത്ത് എന്താ ചെയ്യുന്നത്, യു ഹാവ് യൂസ് എ വേരിയബിൾ ദാറ്റ് ഹാവ് എ സീരീസ് ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ടപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വാല്യൂസ് ആണ് വരുന്നത്. ഇൻ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് യു വിൽ ഓൾസോ യൂസ് വേരിയബിൾസ്, ബട്ട് ഇൻ ദിസ് കേസ് ദ വേരിയബിൾ ടേക്സ് ദെയർ വാല്യൂസ് ഫ്രം ഡൊമൈൻ ഓർ ആട്രിബ്യൂട്ട്സ് rather than tuples of a relation. അതായത് വാല്യൂസ് എടുക്കുന്നത് ഡൊമൈൻ വാല്യൂസ് ആണ്. ഡൊമൈൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ്. നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട് എടുക്കുകയാണെങ്കിൽ നെയിമിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ്, അല്ലെങ്കിൽ പിന്നെ മാർക്ക് എടുക്കുകയാണെങ്കിൽ മാർക്കിന്റെ അണ്ടറിൽ വരുന്ന ഡൊമൈൻ വാല്യൂസിന്റെ കേസിലാണ് ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. A domain relational calculus expression has the following general format. General format ഇങ്ങനെ ഉണ്ടാവാം, d1 d2 etc dn. ഇതാണ് domain values such that f of d1 d2 etc dm. അപ്പോൾ ഇവിടെ m greater than or equal to n എന്ന് പറയുന്നത്, അതായത് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ m എന്ന് പറയുന്നത് greater than or equal to n ആയിരിക്കണം എന്നാണ് പറയുന്നത്.
where d1, d2, extra dm stands for domain variables and f of d1, d2, etc. dm stands for a formula composed of atoms. അതായത് ഈ എഫ് ഓഫ് എന്ന് പറയുന്നത് സം കണ്ടീഷൻസ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡൊമൈൻ വാല്യൂസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം. സെലക്ട് ടീച്ചർ ഐ ഡി ആൻഡ് ടീച്ചർ നെയിം ഓഫ് ടീച്ചേഴ്സ് ഹു വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെന്റ് 8. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 8 വർക്ക് ചെയ്യുന്ന ടീച്ചർ ഐ ഡിയും ടീച്ചർ നെയിമും ആണ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. വേർ സപ്പോസ് ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് 8 ഈസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തതാണ് ഒരു എക്സാമ്പിൾ. നമുക്ക് അതിന്റെ ഡൊമൈൻ എങ്ങനെയാണ് എടുക്കുക നോക്കുക. ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം സച്ച് ദാറ്റ് ടീച്ചർ നെയിം സ്ട്രിംഗ് വാല്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം question mark teacher ഇത് teacher and department id equal to 10. Get the name of the department name where Carlos works. അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. സെലക്ട് ടീച്ചർ ഐ ഡി and teacher name of teachers who works for department 8. Department 8 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ക്വറി വരുന്നത് നോക്കുക. ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് ചെയ്യുന്ന ടീച്ചർ ഐ ഡി അതുപോലെ തന്നെ ടീച്ചർ നെയിം ആണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ടീച്ചർ നെയിമുള്ള സ്ട്രിംഗ് വാല്യൂ ആയതുകൊണ്ടാണ് ഇവിടെ കോഡ്സ് കൊടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം ഈക്വൽ ടു, അതായത് ഈ ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം എന്ന് പറഞ്ഞ പേര് എങ്ങനെയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നത്. എങ്ങനെ ഈ ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ടീച്ചർ ഇതിപ്പോ രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കണം, ടീച്ചർ എന്ന് പറയുന്ന ടേബിളിൽ ഉണ്ടായിരിക്കണം. അതാണ് ടീച്ചർ ആൻഡ് എന്ന് എന്താ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു 8 ആയിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഹു വർക്ക് ഫോർ ഡിപ്പാർട്ട്മെന്റ് 8 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി 8 ആയിരിക്കണം. അതുപോലെ തന്നെ അത് ടീച്ചർ എന്ന് പറയുന്ന ടേബിളിൽ ഉണ്ടായിരിക്കണം. അതാണ് ഈ രണ്ട് കണ്ടീഷൻസ്. അപ്പൊ ടീച്ചർ ടേബിൾ ഉണ്ടായിരിക്കണം ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു 8 ആയിരിക്കണം. അപ്പൊ സെലക്ട് ടീച്ചർ ഐ ഡി അതുപോലെ തന്നെ ടീച്ചർ നെയിം equal to ഈ കോഡ്സ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് വാല്യൂ ആണ്. സച്ച് ദാറ്റ് ടീച്ചർ ഐ ഡി ടീച്ചർ നെയിം ഇൻ ടീച്ചർ ആൻഡ് മീൻസ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ രണ്ടിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരണം, അതാണ് പറയുന്നത്. ഇന്റർസെക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു 8. അപ്പൊ ടീച്ചർ ടേബിൾ ഉണ്ടായിരിക്കണം ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു 8 ആയിരിക്കണം. അപ്പൊ ഇതാണ് ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ടായതിന്റെ താഴെ ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ മതി. ഇപ്പോൾ ഈ എക്സാമ്പിൾ എഴുതിയാൽ മതി നിങ്ങൾ. ഇപ്പോൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കോളം വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്തിട്ട് വരിക. ഡൊമൈൻ റിലേഷൻ്റെ അകത്ത് സെറ്റ് ഓഫ് കോളം വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്തിട്ട് വരുന്നത്. ടപ്പിൾ റിലേഷനിലാണെങ്കിൽ സെറ്റ് ഓഫ് റോ വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ.